കുറേ നാളായിട്ട് ശാരിക മൊത്തത്തിലൊരു വിവാദ നായികയാവുകയാണല്ലോ. എന്താ ശാരിക ഇങ്ങനെ ഒരു വിവാദത്തിലേക്കൊക്കെ പോകുന്നത്? അല്ല, എന്നെ ഈ ഫീൽഡിലേക്ക് എനിക്കൊരു പുറത്തുനിന്നൊരു വർക്ക് ആദ്യമായിട്ട് തരുന്ന ആൾ തന്നെയാണോ തന്ന ആൾ തന്നെയാണോ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്? അനൂപാണ് എനിക്ക് ഫസ്റ്റ് വർക്ക് തരുന്നത്. എനിക്ക് ഈ വിവാദത്തിലൊക്കെ വരുന്നതിന് മുമ്പ് 2020 21 എൻ്റെ 21 ആ ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു വർക്ക് വിളിച്ച് തരുന്നത്. ഞാൻ ആരുമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അനൂപ് എന്നെ വിളിച്ചിട്ട് അർജൻറ്റായിട്ട് തന്നെ ഒരെണ്ണം ചെയ്തു തരണമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കഴിവുകൊണ്ട് ആ സമയത്ത് എന്തോ ചെറിയ ആ ഒരു ഇതിൽ തുടക്കമായിട്ട് തന്നെ കൃത്യമായ പേയ്മെൻറ്റ് തരുന്നു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ പേയ്മെൻറ്റ് കിട്ടും. പിന്നെ ഫസ്റ്റ് ഗുരുദക്ഷിണ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പുറത്തുനിന്നൊരു വരുമാനം എനിക്ക് ആദ്യം കിട്ടുന്നത് അനൂപിൽ നിന്നാണ്. അനൂപിന് പോലും എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത് ഓർമ്മയുണ്ട്. അപ്പോൾ തുടക്കം എന്നെ ഗുരുദക്ഷിണ നൽകി ഫീൽഡിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരാൾ അനൂപ് ചന്ദ്രനാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കാരണം അതൊരു വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ. പിന്നീട് ഒരുപാട് വാർത്തകൾ ഞാൻ പിന്നെ പല ചാനലിന് വേണ്ടി വീട്ടിൽ നിന്ന് ചെയ്തു 2 വർഷത്തോളം. അതിന് ശേഷമാണ് ഞാൻ മറ്റ് ചാനലുകളിലൊക്കെ പോയി വൈറൽ ആങ്കറായി മാറി, ഇൻ്റർവ്യൂറായി മാറുകയും ചെയ്തത്. അതിന് മുമ്പൊരു ശാരിക, അതായത് വൈറൽ ആങ്കർ ആകുന്നതിന് മുമ്പ് ഒരു ശാരികയെ സൃഷ്ടിച്ചത് അനൂപ് ചന്ദ്രനെ പോലെ ഒരാളും അദ്ദേഹത്തിൻ്റെ ചാനലും ഒക്കെയാണ്. കാരണം താങ്കളാണ് എനിക്ക് ആദ്യമായിട്ട് വർക്ക് തരുന്നതും വാർത്ത ചെയ്യാൻ പറയുന്നതും. പിന്നെ അത് ചെയ്യാമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അതിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടുമ്പോഴാണല്ലോ കോൺഫിഡൻസ് ഉണ്ടാവും. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ. അതിൽ നിന്ന് പിന്നീട് ഞാൻ മൈക്കൊക്കെ വാങ്ങിക്കുന്നു, പിന്നെ ക്യാമറ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ പല ചാനലുകളിൽ നിന്ന് ഞാൻ ന്യൂസുകൾ വായിക്കുന്നു, കണ്ടന്റ് തനിയെ ചെയ്തു കൊടുക്കുന്നു, എഴുതാതെ തന്നെ. അങ്ങനെ ഒരുപാട് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ് അനൂപ് ചന്ദ്രൻ. അത് എനിക്ക് പറയാതിരിക്കാനാവില്ല. എവിടെ ചന്ദ്രൻ ദി കിങ് മേക്കർ എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. അനൂപ് ചന്ദ്രൻ ദ കിങ് മേക്കർ, തീർച്ചയായിട്ടും ക്യൂൻ മേക്കർ. യെസ്. മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചാൽ ജോലി കിട്ടും, പക്ഷെങ്കിൽ ഏത് കോഴ്സ് ചെയ്യുമ്പോഴും ഓഫ് കോഴ്സ് അതിന്റെ ഫീസാണ് വിഷയം. മദർ തെരേസയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. 100% സ്കോളർഷിപ്പിലൂടെ നഴ്സിംഗ് അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. മദർ തെരേസ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രിവാൻഡ്രം.